എല്ലാവർക്കും സ്റ്റുഡൻസ് അത്ലറ്റിക് അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് എറണാകുളത്ത് നിന്ന് വന്നിട്ടുള്ള സംഗീതിനെയാണ്. സംഗീത് ഇവിടെ വന്ന് പോലീസിന്റെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി. കൺഗ്രാറ്റ്സ് സംഗീത്. സംഗീത് ഇവിടെ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? എന്ത് ഫീഡ്ബാക്ക് ആണ് ഇവിടുന്ന് പറയാനുള്ളത് സംഗീതിന്? ഞാൻ സാറിൻ്റെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഇവിടെ എത്തിയത്. ഞാൻ സത്യം പറഞ്ഞാൽ ലിസ്റ്റിൽ വന്നതിന് ശേഷം എങ്ങനെയാണ് ഫിസിക്കലി എന്നൊരു കടമ്പ കിടക്കേണ്ടതെന്ന് വെച്ചാൽ ഒത്തിരി ടെൻഷൻ അടിച്ച ഒരാളാണ് ഞാൻ. അതുപോലെ എങ്ങനെ കിടക്കും യൂട്യൂബിലൊക്കെ എപ്പോഴും ഇങ്ങനെ നോക്കും. അങ്ങനെ നോക്കി ആകെ ഞാൻ ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ ജസ്റ്റ് പോയിരുന്ന് 4 റൗണ്ട് ഓടും, പുഷപ്പ് അടിക്കും, വീട്ടിൽ വരും. ഞാനപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി, അപ്പോൾ എനിക്കൊരു ജോലി ഉണ്ടായി. അപ്പോൾ എനിക്ക് ആ ജോലി കളയാണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ കുറേ ചിന്തിച്ച്. പക്ഷെ അത് നടക്കില്ല എന്ന് ഉറപ്പായപ്പോൾ ഞാനപ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ നോക്കും, എങ്ങനെയാണ് എവിടെ പോവും ഇങ്ങനെ ചെയ്യാനായിട്ട്. എവിടെയെങ്കിലും പോകാണ്ട് നടക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പം അങ്ങനെ നോക്കിയപ്പോഴാണ് സാറിൻ്റെ വീഡിയോസ് കണ്ടത്. സാറിൻ്റെ വീഡിയോസ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാറിൻ്റെ വീഡിയോസിൽ ജയിച്ചു വരുന്ന കുട്ടികളാണ് സംസാരിക്കുന്നത് ഇതുപോലെ തന്നെ. അപ്പോൾ നമുക്കത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കും കിട്ടും എന്നൊരു ആത്മവിശ്വാസം നമുക്ക് അതിൽ നിന്നാണ് ആദ്യം എനിക്ക് ലഭിച്ചത്. ഞാൻ അപ്പം തന്നെ സാറിനെ വിളിച്ചു. സാറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ സാറിനോട് ചോദിച്ചത്, നിനക്ക് എത്ര ഐറ്റം ഉണ്ട് നിൻ്റെ എന്ന് ചോദിച്ചത്. സത്യം പറഞ്ഞാൽ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ എനിക്ക് അറിഞ്ഞുവിടാം, ഞാൻ ഇന്നേ വരെ ഈ പറഞ്ഞ ഐറ്റത്തിൽ ഒന്നും തന്നെ ചെയ്തു നോക്കില്ല. ആകെ എൻ്റെ ഒരു 5 പുള്ളപ്പുണ്ട്, വേറെ ഒന്നും എൻ്റെ ഇല്ല എന്ന് ഞാൻ സാറിനോട് ആത്മാർത്ഥമായിട്ട് ഞാൻ പറഞ്ഞു. സാറ് പറഞ്ഞു, സാറല്ല നീ വാ, നീ 1 മാസം ഇവിടെ ഇരിക്കുക, ഇവിടെ കഞ്ചിക്കോട് നീ വാ, ഇവിടെ 1 മാസം ഇരിക്കുക, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പരിശ്രമിക്കാം, നിനക്ക് പാസ്സാക്കാൻ ഞാൻ പരമാവധി പരിശ്രമിക്കാം എന്ന് പറഞ്ഞിട്ടാണ് സാറിനോട് ഞാനിങ്ങനെ പോകുന്നത്. അതിനുശേഷം ഇവിടെ എത്തി. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല സാറേ. സത്യം പറഞ്ഞാൽ ഞാൻ സാറിൻ്റെ വർക്കൗട്ട് കിട്ടിയപ്പോൾ തൊട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നേ വരെ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ സ്കൂളിലൊക്കെ ആയിക്കോട്ടെ സ്പോർട്സിന് ഇന്നേ വരെ ഒന്നിനും പങ്കെടുക്കാത്ത ഒരാളാണ്. ആകെ ഞാൻ ഒരു ജിമ്മിൽ പോയി ജസ്റ്റ് വർക്കൗട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. അതല്ലാതെ അല്ലാണ്ട് ഈ പറഞ്ഞ ഓട്ടോ ചാട്ടോ ഒന്നും ഞാൻ ചെയ്യാത്ത ഒരാളാണ്. എനിക്ക് ഒരു 5 പുള്ളപ്പും കൊണ്ട് പാലക്കാട് എത്തി എനിക്ക് 6 ഐറ്റം സെറ്റാക്കി തന്ന സാറിന് ഒത്തിരി സന്തോഷം സാറേ. അത് പറഞ്ഞാൽ തീരില്ല. അത്രയും ഫാമിലി ജോലി ചെയ്യായിരുന്നു. അത് ഒരു വീഡിയോ കണ്ടിട്ട് നെക്സ്റ്റ് ഡേ തന്നെ അതിൻ്റെ റിസൈൻ ലെറ്റർ കൊടുത്തിട്ട് ഇവിടെ എത്തിപ്പെട്ടത് എങ്ങനെയാണ്? ഞാൻ സാറിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ സാറിനെ വിളിച്ച്, സാറേ എനിക്കിത് സെറ്റാക്കണം, എങ്ങനെയാണിത് ചെയ്യാന്ന് പറഞ്ഞു. സാറിനോട് പറഞ്ഞു, നീ വാ, നീ 1 മാസം ഇവിടെ വാ, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യാൻ നിന്നെ പാസ്സാക്കാമെന്ന് പറഞ്ഞു. അതും അപ്പോൾ ആ വീഡിയോസിൽ ഇതിനു മുമ്പുള്ള ഫീഡ്ബാക്കിലാണെങ്കിൽ ഓരോരുത്തർ സാറിൻ്റെ വർക്കൗണ്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഇതെന്താണെന്ന് അറിയാനും ഇതിവിടെ വരാനൊക്കെ ഒത്തിരി ആഗ്രഹമുണ്ടായി. അങ്ങനെ ഞാൻ ഒന്നും നോക്കിയില്ല, ഞാൻ നേരെ എനിക്ക് തോന്നണോ അവിടെ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഇറങ്ങിപ്പോകുന്ന ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വന്നു. ഇന്ന് ജയിച്ച് നിൽക്കുമ്പോൾ ഒത്തിരി